എല്ലാവർക്കും M4 പ്രോഗ്രാമിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ സിമ്പിൾ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം ഇത് നിങ്ങൾക്ക് കാണാം, സ്റ്റാർട്ട് എ ന്യൂ പ്രോജക്റ്റ്, അതുപോലെ സ്റ്റാർട്ട് എ ന്യൂ ഫ്ലട്ടർ പ്രോജക്റ്റ്, ഓപ്പൺ എക്സിസ്റ്റിംഗ് സ്റ്റുഡിയോ, അതുപോലെ ചെക്ക് ഔട്ട് പ്രോജക്റ്റ്, അങ്ങനെ ഒരുപാടൊന്നും. ഇതിൽ നമ്മൾ സ്റ്റാർട്ട് എ ന്യൂ പ്രോജക്റ്റ് സെലക്ട് ചെയ്തു. ഇവിടെ നിങ്ങൾക്ക് കാണാം ഫോൺ ആൻഡ് ടാബ്ലറ്റ്, നോ ആക്ടിവിറ്റി, ബാങ്ക് ആക്ടിവിറ്റി, എംപ്റ്റി, നാവിഗേഷൻ വിൻഡോ, അതുപോലെ തന്നെ ഫ്രാഗ്മെൻറ്റ്, ഫുൾ സ്ക്രീൻ ആക്ടിവിറ്റി, മാസ്റ്റർ ഡീറ്റെയിൽ, നാവിഗേഷൻ ഡ്രോ ആക്ടിവിറ്റി, then Google Map activity, login activity, scroll, table activity and native C++. Wear OS, അതാണ് നമ്മുടെ വാച്ച് സിസ്റ്റം അങ്ങനെയുള്ളത്. നോൺ ആക്ടിവിറ്റി, അതുപോലെ ബ്ലാങ്ക് ആക്ടിവിറ്റി. ടി വിയിലാണെങ്കിൽ എത്രയുള്ളത്. അതുപോലെ ആൻഡ്രോയിഡ് ഔട്ടോ, മീഡിയ സർവീസ്, ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് എന്നുള്ളതൊക്കെ. ആൻഡ്രോയിഡ് തിങ്കിങ് എന്നുള്ള നമ്മൾ ഫോൺ ആൻഡ് ടാബ്ലറ്റിൽ ഒരു നോ ആക്ടിവിറ്റിയാണ് എടുത്തത്. നമ്മൾ പ്രോജക്റ്റിന് പേര് കൊടുക്കണം, മൈ ആപ്ലിക്കേഷൻ, പാക്കേജ് നെയിം എക്സാമ്പിൾ ഡോട്ട് ആപ്ലിക്കേഷൻ ആൻഡ് സേവ് ലൊക്കേഷൻ പാത്ത്. അതുപോലെ സെലക്ട് ചെയ്യുന്ന ലാംഗ്വേജ് നമുക്ക് കോട്ട്ലിൻ, ജാവയുണ്ട്. അതുപോലെ API നമുക്ക് ഏതാച്ചാൽ സെലക്ട് ചെയ്യാം. ആൻഡ്രോയിഡിൻ്റെ പുതിയ പല വേർഷൻസും നമുക്ക്. നെക്സ്റ്റ് നമുക്ക് ഫിനിഷ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരു പുതിയൊരു പ്രോജക്റ്റ് ഓപ്പണായി വരും. ലോഡിങ് പ്രോജക്റ്റ്. ഇതിൽ നിങ്ങൾക്ക് കാണാം ഫയൽ മെനു, എഡിറ്റ്, വ്യൂ, നാവിഗേഷൻ, കോഡ്, അനലൈസ്, ഡീബഗ്, റൺ ടൂൾ, വ്യൂസ്, വിൻഡോസ്, ഡീബിനേഷൻ, ഹെൽപ്പ്. അതുപോലെ തന്നെ പ്രോജക്റ്റ് എന്ന് പറഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിലേക്കാണ്. അതിനകത്ത് ആൻഡ്രോയിഡ് എന്നുള്ള ഓപ്ഷനാണ് ഇപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ മൈ ആപ്ലിക്കേഷൻ എന്നും ഗ്രാഡിയൽ സ്ക്രിപ്റ്റ് എന്നും രണ്ട് അറിവുകളാണ്. ഇതിപ്പോൾ ഗ്രാഡിയൽ സിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമുക്ക് ആ ലോഡിങ്ങായി കാണുന്നത്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ ഗ്രാഡിയൽ എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രാഡിയലിൻ്റെ ഓപ്ഷനാണ്. ഓക്കെ, അപ്പോൾ ഗ്രാഡിയൽ ബിൽഡ് സക്സസ്ഫുൾ ആയിരിക്കുകയാണ്. നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ഇതിന് ആപ്ലിക്കേഷൻ എക്സ്റ്റാൻഡ് ചെയ്യാം. അതിൻ്റെ അകത്ത് മാനിഫെസ്റ്റ്, ജാവ, അതുപോലെ തന്നെ റിസോഴ്സ് എന്നുള്ളതാണ്. ഇതിൽ ഗ്രാഡിയൽ നമ്മൾക്ക് ഗ്രാഡിയലിൻ്റെ ആപ്ലിക്കേഷൻ എടുക്കുകയാണെങ്കിൽ, മൊഡ്യൂൾ ആപ്ലിക്കേഷൻ എടുക്കുകയാണെങ്കിൽ SDK വേർഷൻ ആപ്ലിക്കേഷൻ ലെവൽ അതുണ്ട്. അതുപോലെ ഞാനിപ്പോൾ ഗ്രാഡിയൽ യൂസ് ചെയ്യുന്നത് 3.3.2 ആണ്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് അവിടെ ചേഞ്ച് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ജസ്റ്റ് ഒന്നും കൂടെ സിങ്ക് ചെയ്തു. അപ്പോൾ ഒന്നും കൂടെ സിങ്ക് ചെയ്തിട്ട് ഗ്രാഡിയൽ ബിൽഡിങ് സക്സസ് ആവുന്നവരെ വെയിറ്റ് ചെയ്യും. ശേഷം നമുക്ക് ജാവ എന്ന് പറയുന്ന ഫോൾഡറിൽ വന്നിട്ട് അതിനകത്ത് നമ്മൾ പോകുന്നു. അതുപോലെ ഡ്രോയബിൾ, അതുപോലെ മിനി മാപ്പിൽ നമ്മൾ ഐക്കൺസ് സെറ്റ് ചെയ്യുന്നത്. അതുപോലെ വാല്യൂസ് എന്നുള്ള ഫീൽഡ്, വാല്യൂസിൻ്റെ അകത്ത് കളർ, സ്ട്രിങ്, സ്റ്റൈൽ, അതുപോലെ കളറിലാണ് നമ്മൾ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന കളേഴ്സ് കൊടുക്കുന്നത്. അതുപോലെ സ്ട്രിങ് എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു ഓപ്ഷൻ. അതിൽ നമുക്ക് ആപ്ലിക്കേഷൻ്റെ നെയിം, സ്ട്രിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫുള്ള് സ്റ്റോർ ചെയ്ത് വെക്കുന്ന, ടൈപ്പ് ചെയ്ത് വെക്കുന്ന അതിനകത്ത്. അതുപോലെ സ്റ്റൈല്, നമ്മുടെ ആപ്ലിക്കേഷൻ്റെ സ്റ്റൈൽ, ഓരോ വിൻഡോ ഏത് സ്റ്റൈല് വേണമെന്നുള്ളത് നമ്മളവിടെ കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ മെയിൻ കോഡിംഗ് ഫോൾഡറിലേക്ക് പോകാം. അതിൽ നമ്മൾ ജാവ എക്സാമ്പിൾ എന്നുള്ളതിൽ നമ്മൾ ന്യൂ ക്ലാസ് എടുത്തിട്ട് ജാവ ക്ലാസ് ഒന്ന് സെലക്ട് ചെയ്തു. അതിനകത്ത് നെയിം, മെയിൻ ആക്ടിവിറ്റി,
എന്ന് സെലക്ട് ചെയ്തു. ഒന്ന് ടൈപ്പ് ചെയ്തു. ജസ്റ്റ് നമ്മളൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യും. അതിൻ്റെ അകത്ത് എക്സ്റ്റെൻഡ് ചെയ്തു. ഞാൻ അതിന് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ആക്ടിവിറ്റി വെച്ചിട്ടാണ്. അപ്പോൾ ജസ്റ്റ് ആക്ടിവിറ്റി ടൈപ്പ് ചെയ്തു. ശേഷം നെക്സ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് മൗസ് ബട്ടൺ ജനറേറ്റ് ഓവർറൈഡ് മെത്തേഡ് സെലക്ട് ചെയ്തു. ദെൻ ഓൺ ക്രിയേറ്റ് സേവ് ഇൻസ്റ്റൻസ് ബണ്ടിൽ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്തു. ഇതിൻ്റെ അകത്ത് നമുക്കിനി ഒരു ലേ ഔട്ടും കൂടെ വേണം. അതിനുവേണ്ടി സെറ്റ് കണ്ടൻറ്റ് വ്യൂ, അതിനകത്ത് റിലേഷൻ ഡോട്ട് ലേ ഔട്ട് ഡോട്ട് മെയിൻ ആക്ടിവിറ്റി എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ ഇതിനകത്ത് നമുക്കൊരു എറർ കാണാം. ക്രിയേറ്റ് XML ഫയൽ എന്ന് പറഞ്ഞിട്ട് ഇവിടെ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അങ്ങനെ ഒരു XML ലേഔട്ട് ഇല്ല, ഒരു ഡിസൈൻ ഇല്ല. അപ്പോൾ നമുക്കത് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും. അതിനായിട്ട് നമ്മൾ ലേഔട്ട് എന്നുള്ളൊരു ഫോൾഡർ റിസോഴ്സിലുണ്ടാക്കി ശേഷം ന്യൂ എടുത്തിട്ട് XML എടുത്തിട്ട് അതിനകത്ത് XML ലേഔട്ട് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പേര് നമ്മൾ മെയിൻ അണ്ടർസ്കോർ ആക്ടിവിറ്റി എന്നാക്കി ഫിനിഷ് കൊടുക്കും. അപ്പോൾ നമുക്ക് പുതിയൊരു XML ഡിസൈന് ലേഔട്ട് ലോഡായിക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് കാണാം. ലീനിയർ ലേഔട്ടാണ് ഇതിന് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്കൊരു ടെക്സ്റ്റ് ബോക്സ് ലോഡ് ചെയ്ത് കൊടുക്കും. ഡ്രാഗ് ചെയ്തിട്ട് അതിനകത്തേക്ക് കിട്ടും. അതിൻ്റെ പ്രോപ്പർട്ടീസ് ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. ജസ്റ്റ് അതിൻ്റെ കളറൊന്ന് ബ്ലാക്ക് കളറാക്കിയിട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ ബ്ലാക്ക് കളറായി സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിൻ്റെ ടെക്സ്റ്റ് ഞാൻ ജസ്റ്റ് ഹലോ വേൾഡ് എന്ന് ടൈപ്പ് ചെയ്തു. ഓക്കെ, ഇതാണ് അതിൻ്റെ ടെക്സ്റ്റ് പാർട്ട്. നേരത്തെ നമ്മളുടെ ഡിസൈൻ പാർട്ടാണ്. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് ഇതിൻ്റെ ടെക്സ്റ്റ് ഒന്ന് അലൈൻ ചെയ്യാം. ടെക്സ്റ്റ് അലൈൻ ചെയ്യുമ്പോൾ ഞാൻ സെൻറ്റർ എന്നാണ് കൊടുത്തത്. അപ്പോൾ നമുക്ക് കാണാം നമ്മുടെ ടെക്സ്റ്റ് സെൻറ്ററായിട്ട് വന്നിട്ടുള്ളത് നമുക്ക് കാണാം. അതുപോലെ തന്നെ നമ്മുടെ ലീനിയർ ലേഔട്ട് അതിൻ്റെ ഗ്രാവിറ്റി ഞാൻ സെൻറ്ററാണ് കൊടുത്തത്. അപ്പോൾ നമുക്ക് ആ ടെക്സ്റ്റ് ബോക്സ് ആ സ്ക്രീനിൻ്റെ ഏറ്റവും സെൻട്രലായിട്ട് വരുന്നത് നമുക്ക് കാണാം. ദെൻ ടെക്സ്റ്റ് സൈസ് ഞാനൊരു 20 കൊടുത്തു. 30 dB കൊടുത്തു. ശേഷം നമ്മുടെ മാനിഫെസ്റ്റോ കൊടുത്തു. നമ്മുടെ മാനിഫെസ്റ്റോ ആണ് ഒരു ആപ്ലിക്കേഷൻ്റെ മെയിൻ ആയിട്ടുള്ളത്. ഇതിനകത്ത് നമ്മളെല്ലാ ക്ലാസ്സുകളും ഡിഫൈൻ ചെയ്യുന്നത്. അതുപോലെ ഓരോ വിൻഡോസിൻ്റെ അകത്തുള്ള ആ ക്ലാസ്സുകളുടെ ലാൻഡ്സ്കേപ്പ് വേണം, പോർട്രേറ്റ് വേണം, മെയിൻ ആക്ടിവിറ്റി ആണോ എന്നുള്ളതൊക്കെ നമ്മൾ ഇതിനകത്താണ് പറഞ്ഞെടുക്കുന്നത്. അതുപോലെ ആ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന പെർമിഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഇവിടെ നിന്നാണ്. അപ്പോൾ ഞാൻ ഇതിനകത്ത് ആക്ടിവിറ്റി എന്നുള്ള മെയിൻ ആക്ടിവിറ്റി എടുത്തു. അതിനകത്ത് ഇതെൻ്റെ മെയിൻ ആക്ടിവിറ്റിയും അതുപോലെ ലോഞ്ച് ആക്ടിവിറ്റി. അതുകൊണ്ട് ആക്ടിവിറ്റിക്കകത്ത് ഞാൻ ആക്ഷൻ മെയിൻ എന്ന് കൊടുത്തു. അതുപോലെ കാറ്റഗറി നമ്മൾ ലോഞ്ച് ആക്ടിവിറ്റിയും കൂടെ ആയതുകൊണ്ട് അതിന് കാറ്റഗറി ചെയ്തിട്ട് ലോഞ്ച് ആക്ടിവിറ്റി എന്ന് കൊടുത്തു. കാറ്റഗറി ഡോട്ട് ലോഞ്ച്.
നമുക്ക് ഇനിയൊരു വെർച്വൽ ഡിവൈസ് ക്രിയേറ്റ് ചെയ്യാം. അതിനകത്ത് നമ്മൾ ആഡ് ഡിവൈസ് കൊടുത്തു, ജസ്റ്റ് സെലക്ട് ചെയ്തു ഏതാണോ വേണ്ടതെന്ന്. ഞാൻ അതിനകത്ത് API ലെവൽ ഏറ്റവും പുതിയ വേർഷൻ സെലക്ട് ചെയ്തു. നിങ്ങൾക്ക് സിസ്റ്റം അതുപോലെ ചൂസ് അതർ ഇമേജൊക്കെ സെലക്ട് ചെയ്യാം. ഇപ്പം ഞാൻ അതിനൊരു നെയിം കൊടുത്തു API 28, എന്നിട്ട് നെക്സ്റ്റ് ടൈം. ഇതിനകത്ത് നമുക്ക് അഡ്വാൻസ് സെറ്റിങ്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫിനിഷായി. അപ്പോൾ ഇനി നമുക്കൊരു വിർച്വൽ ഡിവൈസ് റൺ ചെയ്യും. അതിനകത്ത് അവിടെ റൺ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ അപ്പുറത്ത് എഡിറ്റ്, നമുക്ക് ഡിലീറ്റ് ചെയ്യാനും സ്വൈപ്പ് ചെയ്യാനൊക്കെ. ജസ്റ്റ് പ്ലേ എന്നുള്ള ബട്ടൺ സെലക്ട് ചെയ്തു. അപ്പോൾ സ്റ്റാർട്ടിങ് AVD മാനേജർ ഡയലോഗ് പ്രോഗ്രസ് ബാർ വന്നിട്ട് എമുലേറ്റർ നമുക്ക് ഓപ്പണായി വരും. ജസ്റ്റ് കുറച്ച് ടൈം എടുക്കും. നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ സ്പീഡിനനുസരിച്ചാണ് അതിൻ്റെ ഫാസ്റ്റ് ഉണ്ടാവുക. ജസ്റ്റ് അത് ലോഡായി കൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് എന്തൊക്കെ ഗ്രാഫിക്സിൻ്റെ ഇഷ്യൂസ് കാരണം വാർണിങ്ങും എററുകളും കാണിക്കുന്നുണ്ട് എമുലേറ്റർ റൺ ചെയ്യുന്ന സമയത്ത്. എമുലേറ്റർ വരുന്നത് ആ ടൈമിലുള്ള കുറച്ച് എറേഴ്സാണ് അവിടെ കാണിക്കുന്നത്. ജസ്റ്റ് ക്ലിയർ ചെയ്ത് കൊടുത്തു. ഒന്നും കൂടെ എമുലേറ്റർ എടുത്തിട്ട് റൺ ചെയ്തു. ഓക്കെ, ഇതിൽ നമുക്ക് റണ്ണ് ഡീബഗ് എന്നുള്ള ഓപ്ഷൻസ് ഒക്കെ കാണാം. ഇതിനകത്ത് ഓൾറെഡി റണ്ണിങ് AVD API 28 എന്നുള്ളതാണ്. നമുക്ക് അവിടെ സ്ക്രീനിൽ കാണാം AVD മാനേജർ വരുന്നത്. വീണ്ടും കുറച്ച് ബഗ്സും കൂടെ അതിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ അതാ നമുക്ക് ആ എമുലേറ്റർ വന്നിട്ടുള്ളത് കാണാം. അപ്പോൾ ഞാൻ ഏത് സ്കിന്നാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ഇതിപ്പോൾ ഗൂഗിളിൻ്റെ ഒരു ഫോണിൻ്റെ സ്കിന്നാണ്. അതുകൊണ്ട് ഗൂഗിൾ എന്ന് വന്നിട്ട് ലോഞ്ച് ആവുന്നത് കാണാം, എമുലേറ്റർ ഓൺ ആവുന്നത് കാണാം. ഓക്കെ, അത് കുറച്ച് ടൈം എടുക്കും ലോഡായി വരാം എമുലേറ്റർ റണ്ണാവാൻ. ഓക്കെ, അപ്പോൾ എമുലേറ്റർ റണ്ണായി, നമ്മുടെ പ്ലാറ്റ്ഫോം ഓണായി. ഇനി നമ്മുടെ ആപ്ലിക്കേഷൻ അതിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യാണ്. ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞ് ലോഡിംഗ് ആണ്. വെയിറ്റിംഗ് ഫോർ ഡീബഗിങ് ആയി. ഇപ്പോൾ ഡീബഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദെൻ നെക്സ്റ്റ്, യെസ്, വി മേഡ് ഇറ്റ്. ഹലോ വേൾഡ്, നമ്മുടെ ഫസ്റ്റ് പ്രൊജക്റ്റ് അങ്ങനെ റെഡി ആയിരിക്കുകയാണ്. വളരെ സിമ്പിളായിട്ട് നമ്മളൊരു ഹലോ വേൾഡ് എന്നുള്ള മെസ്സേജ് നമ്മുടെ സ്വന്തം പ്രോഗ്രാം ഉപയോഗിച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ആപ്ലിക്കേഷൻ. നിങ്ങൾക്ക് ഇത് ഫോൺ കണക്ട് ചെയ്തിട്ടും ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനത് ഒരു എമുലേറ്റർക്കാണ് എടുത്തത്. അപ്പോൾ അത് എമുലേറ്ററിൻ്റെ സ്പീഡ് ഒരു ഇഷ്യൂ ആണ്. നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ചാണ് നിങ്ങൾക്ക് അതിൻ്റെ പെർഫോമൻസ് ഉണ്ടായിരിക്കുക. എമുലേറ്റർ പെട്ടെന്ന് ചിലപ്പോൾ നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ സ്പെസിഫിക്കേഷൻ അനുസരിച്ച് സ്ലോ ആവാം, ഫാസ്റ്റ് ആവാം. ഓക്കെ, ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ പ്രോജക്റ്റ് അതിനകത്തുള്ളത്. ഇനി നമുക്കതെങ്ങനെ ഫോണിലേക്ക് കണക്ട് ചെയ്തെടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പം നമ്മുടെ പ്രോജക്റ്റ് ഓപ്പൺ ചെയ്യണം.
പ്രോജക്റ്റിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് സി ഡ്രൈവിൽ ഡോക്യുമെൻസിൻ്റെ അകത്ത് മൈ ആപ്ലിക്കേഷൻ്റെ അകത്ത് ആപ്സ് എന്നുള്ള ഫോൾഡർ എടുത്തിട്ട് അതിൻ്റെ അകത്ത് ബിൽഡ് എന്നുള്ള ഫോൾഡർ എടുത്ത് ഔട്ട്പുട്ട് ദെൻ APK then debug.